ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആ ഒരു പുതിയ കഥാപാത്രം എത്തിയിട്ടുണ്ട്. പ്രൊമോയിൽ കണ്ണ് കാണിച്ച പോലെ ഒരു പെൺകുട്ടിയല്ല, എനിക്കൊന്ന് പെൺകുട്ടി മാറിയും തോന്നുന്നു കേട്ടോ. അങ്ങനെ ആ പെണ്ണ് വരുന്നുണ്ട്. കല്യാണിനെ ഭയങ്കര സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കൂടി തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നുണ്ട് ബാലൻ്റെ കയ്യിലുണ്ട്. ആരാണെന്ന് വെച്ചാൽ എൻ്റെ ഡ്രൈവറായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ പറഞ്ഞയച്ചെന്ന് പറയണം. അങ്ങനെ പ്രകാശിനി പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിൽ പോകുമ്പോഴേക്കും ആ പെണ്ണ് പറയും, ഞാൻ ഡ്രൈവിംഗ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ചെക്ക് ചെയ്യണം, കാർ ഓടിക്കാൻ പറയും. ഇതിനെ റീലി കണ്ടിട്ട് പറയും കേട്ടോ, കാർ ഓടിക്കാൻ പറയും. അങ്ങനെ പ്രകാശൻ കാർ ഓടിക്കുമ്പോഴേക്കും ദേഷ്യത്തിലാട്ടോ പ്രകാശൻ. എന്നെ കാർ ഓടിച്ചിട്ടൊക്കെ പോകുമ്പോഴേക്കും ആ പെണ്ണ് പ്രകാശനെ കൊല്ലാവുന്ന ദേഷ്യത്തിനെ നോക്കുവാണ്. ആ സമയത്ത് പ്രകാശൻ മനസ്സിലാക്കണം, ഈ പെൺകുട്ടി എന്താ എന്നെ ഇങ്ങനെയൊക്കെ നോക്കണത്, ആകെ ഒരു ദേഷ്യം പെട്ട പോലെ എന്ന് വിചാരിക്കുവാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഉദ്ദേശം എന്താണ്, ഈ പെൺകുട്ടി ആരാണെന്ന് ഒന്നും തന്നെ അവിടെ ആർക്കും അറിയില്ല. പക്ഷേ ഈ പെൺകുട്ടി സത്യങ്ങളൊക്കെ ഒരാളോട് പറയും, കല്യാണിയെടുത്ത് വേറെ ആരുതാ. അങ്ങനെ കല്യാണിയെടുത്ത് സത്യങ്ങളൊക്കെ പറയുമ്പോൾ കല്യാണിക്ക് തൻ്റെ അച്ഛനോട് ദേഷ്യം കൂടുവാണ്, അല്ലെങ്കിൽ തന്നെ അച്ഛനെ ഇഷ്ടമല്ല. ഈ പെൺകുട്ടിയുടെ കഥകളും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പ്രകാശനെ വലിച്ചു കയറാനുള്ള ദേഷ്യമാണ് കല്യാണിക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ കല്യാണി ഈ പെണ്ണും കൂടിയിട്ടായിരിക്കും പ്രകാശനെ അടിച്ചൊതുക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഇനി കാണാൻ പോകുന്നു കേട്ടോ. എന്തായാലും പ്രകാശൻ ജീവിതം തകർത്ത ആരോ പെൺകുട്ടി തന്നെയാണ് അത്. പ്രകാശനോടും അതുപോലെ തന്നെ പ്രകാശിൻ്റെ അമ്മയെടുത്തുമാണ് ആ പെൺകുട്ടിനെ തീർത്ത പകയുള്ളത്. ബാക്കിയുള്ളവരുടെ ഫോട്ടോ സ്നേഹത്തോടു കൂടി തന്നെ നോക്കുമ്പോൾ പ്രകാശിനെയും പ്രകാശിൻ്റെ അമ്മയും വിക്രം, ഇവരെ 3 പേരെയും കാണുമ്പോൾ ശത്രുക്കളെ പോലെയും അതുപോലെ തന്നെ ഭയങ്കര വൈരാഗ്യമുള്ള പോലെയാണ് ആ പെൺകുട്ടി നോക്കണത്. എന്തായാലും സൂപ്പറായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇനി വരാൻ പോണത്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ മൗനരാഗം അല്ലാതെ പിന്നെ കാണുന്ന സീരിയൽ പത്തരമാറ്റാണോ ചന്ദ്രകാന്തം ആണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എനിക്കൊന്ന് അറിയാനാണ്. ഓൾറെഡി പത്തരമാറ്റിയതിന് മുമ്പ് ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് ഒരു 3 മാസത്തിൽ കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഏത് ചന്ദ്രകാന്തം അല്ലെങ്കിൽ പത്തരമാറ്റത്തിൽ ഏതാ സീരിയൽ ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ പ്രൊമോ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ഇടണം കേട്ടോ. ഞാനത് നോക്കും, കാത്തിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.